അധികാരം അതല്ലേ എല്ലാം. അതിനായി നന്നായി കണക്ക് കൂട്ടാൻ അറിയണം. അറിഞ്ഞിട്ട് മാത്രം കാര്യവുമില്ല, അതറിഞ്ഞ് കളിക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഗോവയിലെയും മണിപ്പൂരിലെയും കോൺഗ്രസിനെ പോലെയാകും. ഇങ്ങനെ കരഞ്ഞിരിക്കാം. ജനവിധിയല്ല, അധികാരം തന്നെയാണ് വലുത് എന്ന രാഷ്ട്രീയമാണ് BJP തെളിയിച്ചത്. പഴയ പോലെ ധാർമ്മികതയുടെ ഒരലട്ടലും ആവശ്യമില്ലെന്നും പഠിപ്പിക്കുന്നു. അതാണ് പഞ്ചയുദ്ധ പാഠം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. അധികാരം സ്വന്തമാക്കി BJPയുടെ ഗോവൻ കുതിപ്പ്. ഒറ്റക്കക്ഷിയായിട്ടും കളികളിൽ തോറ്റ് കോൺഗ്രസ് പ്രതിപക്ഷത്ത്. മനോഹർ പരീക്കർ മന്ത്രിസഭ അധികാരമേറ്റു. കോടതിയിൽ പോയ കോൺഗ്രസ് അവിടെയും തോറ്റു. മറ്റന്നാൾ ഭൂരിപക്ഷം തെളിയിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. കഴിവുകെട്ട നേതൃത്വമെന്ന് വിലപിച്ച് MLA മാർ. ഭൂരിപക്ഷം ഒപ്പിച്ച് മണിപ്പൂരിൽ BJP മന്ത്രിസഭ നാളെ അധികാരമേൽക്കും. ദുരൂഹത ഒഴിയാതെ മിഷേലിന്റെ മരണം. അറസ്റ്റിലായ യുവാവ് റിമാൻഡിൽ. മരണത്തിൽ പങ്കില്ലെന്ന് റിമാൻഡിലായ ക്രോണിൻ. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ അഭിഭാഷകനെ ചോദ്യം ചെയ്യാൻ ഹൈക്കോടതിയുടെ അനുമതി. താനൂർ അശാന്തം. സംഘർഷത്തിൽ 2000 പേർക്കെതിരെ കേസ്. 32 പേർ പിടിയിൽ. താനൂരിൽ കലങ്ങിമറിഞ്ഞ നിയമസഭ. സംഘർഷത്തിന് പിന്നിൽ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമെന്ന് മുഖ്യമന്ത്രി. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. പാമ്പാടി നെഹ്റു കോളേജ് മുറിയിൽ കണ്ട രക്തക്കറ ജിഷ്ണുവിന്റെ ഗ്രൂപ്പിൽപ്പെട്ടതാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. DNA പരിശോധനയ്ക്കായി മാതാപിതാക്കളുടെ രക്തം ശേഖരിച്ചു. മകന്റെ ചോരയ്ക്കപ്പുറം എന്ത് തെളിവ് വേണമെന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ. എൻ്റെ മോൻ്റെ രക്തക്കറയാണ്, രക്തത്തിൻ്റെ റിസൾട്ടാണ്. രക്തത്തെക്കാട്ടും വലിയ ഒരു തെളിവ് ഇനി എന്തിനാ വേണ്ടത്? മലപ്പുറത്തെ ലീഗ് സ്ഥാനാർത്ഥിയെ നാളെ അറിയാം. തീരുമാനം നാളത്തെ ലീഗ് നേതൃയോഗത്തിൽ. കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥിയാകാൻ ഇടയില്ല. BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ച. തെരഞ്ഞെടുപ്പിലെ BJPയുടെ നേട്ടത്തിൽ ഓഹരി വിപണിയിൽ കുതിപ്പ്. നിഫ്റ്റി സർവകാല റെക്കോർഡിൽ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഒരു വർഷത്തിനിടയിലെ ഉയർന്ന നിലയിൽ. അധികാരം അതല്ലേ എല്ലാം. മനോഹർ പരീക്കർ ഗോവ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പരീക്കറിനൊപ്പം 8 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മഹാരാഷ്ട്ര ഗോമന്തക് പാർട്ടി നേതാവ് സുദിൻ ദവാലിക്കറാണ് ഉപമുഖ്യമന്ത്രി. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, കേന്ദ്രമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നിതിൻ ഗഡ്കരി, വെങ്കയ്യ നായിഡു തുടങ്ങിയവരും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയിരുന്നു. ഗവർണർ മൃദുല സിൻഹയാണ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തത്. मनोहर पर्रीकार देवाचो सोपूत घेता की गोंय राज्याचो मंत्री म्हणून ह्या विचारा खातीर हाडलेले अथवा म्हाका कळलेली अशी कसलीय गजाल MGP, ഗോവ ഫോർവേഡ് പാർട്ടി എന്നിവരാണ് പരീക്കർ സർക്കാരിലെ സഖ്യകക്ഷികൾ. 2 സ്വതന്ത്ര MLA-മാരും BJP സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ BJP സർക്കാരിൽ ഘടകകക്ഷിയായ MGP മുൻ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചത്. മനോഹർ പരീക്കർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ പിന്തുണ നൽകാമെന്ന് ഇരു പാർട്ടികളും വാഗ്ദാനം ചെയ്തിരുന്നു. ഇത് 4ാം തവണയാണ് മനോഹർ പരീക്കർ ഗോവയുടെ മുഖ്യമന്ത്രിയാകുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര നേതൃത്വവും പരീക്കറും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇപ്പോൾ ഈ ചർച്ചയിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ചേരുന്നു. ശ്രീ NK പ്രേമചന്ദ്രൻ MP-യും ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ KC വേണുഗോപാലിനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ശ്രീധരൻപിള്ള, ജനവിധിക്കപ്പുറം തന്നെയാണ് അധികാരം. അതിന് കണക്കുകൂട്ടലിലൂടെ തന്നെ ആ അധികാരത്തിലെത്താം. അതിലൊരു അപാകതയുമില്ല. ജനവിധി അല്പം എതിരായാൽ പോലും ഒറ്റ വായനയിൽ ഒറ്റ നോട്ടത്തിൽ ഈ ജനവിധി തങ്ങൾക്കെതിരാണ്. ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഇവരെല്ലാം തോറ്റാലും നമ്മൾക്കൊരു അധികാരത്തിലെത്താൻ കഴിയുന്ന ഒരു സംവിധാനവും സാഹചര്യവും പ്രതാപവും ഉണ്ടെങ്കിൽ ആ അധികാരത്തിലേക്ക് തന്നെ പോകണം. അതിലൊരു തെറ്റുമില്ല. ഇതാണോ ഗോവയിലെ BJPയുടെ അധികാരം നൽകുന്ന രാഷ്ട്രീയ പാഠം?
ഇന്ത്യൻ ജനാധിപത്യ ക്രമത്തിൽ ധാർമ്മികമായോ നിയമപരമായോ ബി ജെ പിയുടെ അവകാശവാദവും തുടർ നടപടികളും യാതൊരു ലംഘനവും നടത്തിയിട്ടില്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഈ രാജ്യത്ത് ഭരണഘടനയുണ്ട്, ഭരണഘടനയ്ക്ക് വ്യാഖ്യാനം നൽകുന്ന കോടതി വിധികളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. കീഴ്വഴക്കങ്ങളിലാണ് ചിലർ ഊന്നൽ കൊടുക്കുന്നത്. കീഴ്വഴക്കങ്ങളിലും നമുക്കറിയാം, ജമ്മു കാശ്മീരിലും ഉത്തരാഖണ്ഡിലുമൊക്കെ ഈ ഭൂരിപക്ഷം ഒന്നാമത്തെ കക്ഷി ആയവരെ അല്ലാതെ വിളിച്ച സംഭവങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ ധാരാളമുണ്ട്. ഇനി പോസ്റ്റ് എലക്ഷൻ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു ധാരണ അത് പാടില്ലെന്നാണോ നമ്മൾ അർത്ഥമാക്കുന്നത് ബി ജെ പിയുടെ കാര്യം വരുമ്പോൾ? അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് ഇലക്ഷൻ്റെ അടിസ്ഥാനത്തിലല്ലേ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പം ഞാൻ പ്രേമേന്ദ്രനും കൂടെ ചർച്ചയിലുണ്ടാ പറയുന്നത്, 2004 കേരളത്തിലെ 18 ഇടതുപക്ഷ എം പിമാർ പോയപ്പം അവരെല്ലാം കോൺഗ്രസിനെ തകർക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധത ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് മാൻഡേറ്റ് വാങ്ങിയല്ലേ 18 പേരും ലോകസഭയിലേക്ക് എത്തിയത്. ആ 18 പേരും അതേ കോൺഗ്രസിനെ ആദ്യ യു പി അല്ലേ പിന്താങ്ങിയത്. അവിടെ എന്ത് അധാർമികതയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ട് കക്ഷികൾ തീരുമാനിച്ചു, അവിടെ ആർക്കും ഭൂരിപക്ഷമില്ല, ബി ജെ പിക്ക് വോട്ടിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല. ചില ധാരണപ്പശകളുടെ അടിസ്ഥാനത്തിൽ ചില ആൾക്കാർ മാറി നിന്നിരുന്നു. അവർ വീണ്ടും തിരിച്ചു വരാൻ തയ്യാറായി. അവർ എഴുതി കൊടുത്തു. മറുഭാഗത്ത് അവകാശവാദം തന്നെ ഇല്ല, പാർട്ടി നേതാവിനെ തന്നെ നിശ്ചയിച്ചില്ല. അവ്യവസ്ഥയുടെ മൂർത്തിമത് ഭാവമായി മറുഭാഗം നിൽക്കുമ്പം ഗവർണർക്ക് വേറെ എന്ത് ചെയ്യാൻ സാധിക്കും? സമ്മതിച്ചു. ഗവർണർ ഭൂരിപക്ഷം ശ്രീ പി എസ് ശ്രീധരൻപിള്ള, താങ്കൾ വിശദീകരിച്ച ഈ കീഴ്വഴക്കം, സാങ്കേതികത, നിയമപരമായ വളരെ കൃത്യമായ സാധ്യത, സ്വീകാര്യത, അതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പി പോയത്. അതിലൊന്നും ഒരു അപാകതയും കാണേണ്ടതില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. ഭരിച്ച മുഖ്യമന്ത്രി തോൽക്കുന്നു, മന്ത്രിമാർ തോൽക്കുന്നു, 17-ൽ 21-ൽ നിന്ന് 13-ലേക്ക് സീറ്റുകളുടെ എണ്ണം ചുരുങ്ങുന്നു. അതിലടങ്ങിയിരിക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെയും എതിരായ ജനവിധിയുടെയും ഒരു കൃത്യം സ്പിരിറ്റുണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്. അതിനെ മാനിച്ചുകൊണ്ട്, അതൊരു വലിയ സങ്കല്പം മാത്രമാണ്, അങ്ങനെയൊന്നും ഇക്കാലത്ത് ആരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എന്ന ചോദ്യം ചോദിക്കുന്ന ഞാൻ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചോദിക്കുന്നു. ആ സാഹചര്യത്തിൽ ഈ ജനവിധി മാനിച്ചുകൊണ്ട് മാറി നിൽക്കാനുള്ളൊരു ആദ്യ ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് ലഭിക്കുമായിരുന്ന ഒരു വലിയ പിന്തുണ, അല്ലെങ്കിൽ അതിന് കിട്ടുമായിരുന്ന ഒരു അഭിപ്രായം വളരെ വലുതാകുമായിരുന്നു. അതിനുള്ള ഒരു ശ്രമത്തിനും പോകാതെ വളരെ കൃത്യമായി അമിത്ഷാ അതിന് മുമ്പ് തന്നെ പറഞ്ഞു, 4 ഞങ്ങൾ അധികാരത്തിൽ വരും, എത്ര സീറ്റ് പോയാലും എന്ന് പറയുന്ന നിലയിലേക്ക് പോകാമായിരുന്നോ? കുറച്ചുകൂടി രാഷ്ട്രീയത്തെയും ജനാധിപത്യത്തെയും ഉയർത്തിപ്പിടിക്കാമായിരുന്നില്ലേ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക്? ശരത്തിൻ്റെ അഭിപ്രായം സ്വാഭാവികമായിട്ടും അതിനുള്ള സ്വാതന്ത്ര്യം അങ്ങയ്ക്കുണ്ട്. അങ്ങയുടെ യുക്തികോണിന് അങ്ങയുടെ വിശ്വാസം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു ഭാഗം ജനങ്ങൾ ചിന്തിക്കുന്നതനുസരിച്ച് തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ എന്താ അധാർമികത ഉണ്ടായത്? രണ്ട് കക്ഷികൾ അവരുടെ നിലപാട് ആ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരം, ആ മാൻഡേറ്റ് പരീക്കർ അയാൾ പിന്തുണയ്ക്കണമെന്നാണെന്ന് അവർ തീരുമാനിക്കുന്നു. ആ തീരുമാനം എടുക്കുമ്പോൾ അതിനെതിരെ കണ്ണടക്കലാണോ ഒരു ജനാധിപത്യത്തിൽ രാഷ്ട്രീയ കക്ഷി ചെയ്യേണ്ടതായിട്ടുള്ളത്? അങ്ങനെ ചെയ്യുന്ന കീഴ്വഴക്കമാണോ ഇന്ത്യയിലുള്ളത്? അതുകൊണ്ട് ഇവിടെ പ്രശ്നം ഭൂരിപക്ഷമുണ്ടോ ഇല്ലോ എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഭരണഘടനയിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ അനുസരിച്ച് സഭയിൽ മന്ത്രിസഭ രൂപീകരണം ഭൂരിപക്ഷമുണ്ടോ ഉള്ളവരെ വിളിക്കുക എന്നാണ്. ആ ക്ലെയിം ഭൂരിപക്ഷം സഹിതം ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് അതിൻ്റെ ആ രണ്ട് പാർട്ടികളുടെയും നേതാക്കന്മാരും സ്വതന്ത്രന്മാരും ഉൾപ്പെടെ പോയിട്ട് ഗവർണറെ ബോധ്യപ്പെടുത്തുകയും മറുഭാഗത്തൊരു ക്ലെയിമേ ഇല്ല എന്ന് വരുമ്പോൾ എന്താ ചെയ്യേണ്ട? ഭരണസ്തംഭനം ഉണ്ടാക്കണോ? അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങളെ വിടണമോ? അവിടെയാണ് ഒരു ദേശീയ ജനാധിപത്യ കക്ഷിയുടെ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുള്ളത്. മാൻഡേറ്റ് ബി ജെ പിക്ക് എതിരാണെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അവിടെ പാർട്ടിക്ക് കിട്ടിയ ജനപിന്തുണ സൂക്ഷ്മ വിശകലനം ചെയ്താൽ ബി ജെ പിക്ക് ഗോവയിൽ ജനപിന്തുണ കുറഞ്ഞിട്ടില്ല. അത് വോട്ട് വിഹിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ താങ്കൾ പറയുന്നത്? മുഖ്യമന്ത്രി തോൽക്കുന്നതും മന്ത്രിമാർ തോൽക്കുന്നതും ജനവിധി എതിരാക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ അത് താങ്കളെപ്പോലെ ഒരാൾ പറഞ്ഞാൽ ഒന്നുകൂടി വിശദീകരിക്കേണ്ടി വരും.
എൻ്റെ ഷർത്ത് ഇന്ദിരാഗാന്ധി 77 തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു. അവരുടെ മകൻ പരാജയപ്പെട്ടു. അവരുടെ ജന്മസംസ്ഥാനമായ മഹത്തായ UP-യിൽ ഒരു സീറ്റിൽ പോലും ഒരൊറ്റ സീറ്റാണ് മറ്റേ അവർക്ക് കിട്ടിയത്. 84 എന്നുണ്ട്, അത് 84ആണ്. ഞാൻ ചോദിക്കട്ടെ, അതിനർത്ഥം ഇന്ദിരാഗാന്ധി എന്ന ജനനേതാവ് തോറ്റത് കൊണ്ട് കോൺഗ്രസ് പാർട്ടി വട്ടപൂജ്യമായെന്നാണോ അതിനർത്ഥം? അതല്ലല്ലോ ശ്രീധരൻപിള്ള, ഞാൻ പറഞ്ഞത് അതല്ല, താങ്കൾ പറഞ്ഞതും അതല്ല. താങ്കൾ പറഞ്ഞത് എന്താണ്? ഗോവയിൽ ജനങ്ങൾ എതിരായില്ല എന്നുവരെ പറയുന്ന, എന്ന് കടത്തി PS ശ്രീധരൻപിള്ള ഗോവയിൽ ജനങ്ങൾ ഞങ്ങൾക്കെതിരായില്ല എന്ന് കടത്തി പറയുന്ന നിലയിലേക്ക് വരെ ചർച്ചയിലെത്തി എന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം തോൽക്കുന്നു. 21-ൽ നിന്ന് 13-ലേക്ക് സീറ്റിന്റെ എണ്ണം കുറയുന്നു. എന്നിട്ടും ജനവിധി എതിരല്ല. താങ്കൾ പറഞ്ഞ പോലെ അത് എവിടെ എൻ്റെ ഏത് തെരഞ്ഞെടുപ്പിലും ശരത്തിൻ്റെ അളവുകോൽ, ബാക്കി പലരോട് ഞാൻ ചോദിക്കാം, ഈ ലാസ്റ്റ് പറഞ്ഞ അളവുകോലില്ലേ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും തോറ്റാൽ പിന്നെ ആ പാർട്ടി പിന്നെ അവർക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ അവസരം ലഭിച്ചാൽ സമ്മതിച്ചു. ഞാൻ പറഞ്ഞല്ല ജനവിധി എതിരല്ല എന്നുകൂടി താങ്കൾ പറഞ്ഞു. ശ്രീധരൻപിള്ള പറഞ്ഞത്, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞത്, സാങ്കേതികമായി ധാർമ്മികമായി നിയമപരമായി ഒക്കെ അതിനുള്ള വഴികളുണ്ട്, ആ വഴികൾ ഞങ്ങൾ സ്വീകരിച്ചു, അത് മുഖവിലേക്ക് എടുക്കുന്നു, ശരിയുമാണ്, ആയിക്കോട്ടെ. പക്ഷെ താങ്കൾ പറഞ്ഞ ജനവിധി എതിരല്ല എന്നുകൂടി പറഞ്ഞു വെച്ചു. ജനവിധി എതിരാണ് എന്നതിനാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടപടലെ തോറ്റാൽ ആ സർക്കാരിനെതിരെ ജനവിധി സംബന്ധിച്ചിടത്തോളം ആ തോൽവിയെന്ന് ഞാൻ പറഞ്ഞു. തോൽവി ഒരു മണ്ഡലത്തിൽ ഒരാൾ തോക്കുന്നു, ഒരു മുഖ്യമന്ത്രി തോക്കുന്നു, പ്രധാനമന്ത്രി തോക്കുന്നത് അവിടുത്തെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ പറഞ്ഞ വ്യക്തിയോട് ഒരു പക്ഷെങ്കിൽ അപ്രിയമുണ്ട്, അല്ല അയാളുടെ ജാതി ഇക്വേഷൻ ശരിയല്ല, അല്ലെങ്കിൽ അദ്ദേഹം പലർക്കും സഹായം ചെയ്തു കൊടുത്തില്ല, അതുകൊണ്ട് പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു, പലതുമാകാം. അതിൻ്റെ പല കാരണമുണ്ട്. എന്താണെന്ന് കാരണം നമ്മൾ ചർച്ച ചെയ്യാറായിട്ടില്ല. അതുകൊണ്ട് അത് തോറ്റു എന്നുള്ള സാങ്കേതികതയിൽ ഊന്നി നിൽക്കുമ്പം അതൊരു മുടന്തൻ ന്യായമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, എനിക്കിനി ആ കാര്യത്തിൽ ഒന്നും കൂടുതലായി പറയാനില്ല. അവസാനം ആരാണ് മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് കൂടുതലായി പറയിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ NK പ്രേമചന്ദ്രൻ, ഇവിടെ യഥാർത്ഥത്തിൽ ഒറ്റ കക്ഷിയായിട്ടും കോൺഗ്രസ്സിന് ആ ജനവിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് കക്ഷികളെ കൂടെ കൂട്ടാനോ അവരെ വിശ്വാസത്തിലെടുക്കാനോ സ്വതന്ത്രരുടെ പിന്തുണ ആർജിക്കാനോ ഒന്നും കഴിയുന്നില്ല. BJP ആകട്ടെ വളരെ സമർത്ഥമായി മുമ്പ് പറഞ്ഞ പോലെ പരാജയപ്പെട്ട മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാം മറക്കുന്നു. ഡൽഹിയിൽ നിന്ന് നേരിട്ട് മനോഹർ പരീക്കറിനെ ഇറക്കുന്നു. മറ്റു പാർട്ടികളുടെ വിശ്വാസം ആർജിക്കുന്നു. സാങ്കേതികമായും നിയമപരമായും ശ്രീധരൻപിള്ള പറഞ്ഞ പോലെ മുൻപും പ്രതാപകാലത്ത് മറ്റു പാർട്ടികൾ പലരും ചെയ്തിട്ടുള്ളതൊക്കെ തന്നെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ BJPയും ചെയ്തത്. എന്നിട്ട് അത് ഗവർണറുടെ പോരായ്മയായി വിശദീകരിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? കാരണം സുപ്രീം കോടതിയിൽ അടക്കം പോയിട്ട് മനു അഭിഷേക് സിംഗ്വി തന്നെ കേസ് വാദിച്ചിട്ടും കോൺഗ്രസിന് അവരുടെ ന്യായം ബോധ്യപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ എന്തിന് കുറ്റം പറയണം? ഇതിൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, നേരത്തെ ശ്രീ ശരത്ത് ചോദിച്ച ചോദ്യത്തിന് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീ ശ്രീധരൻപിള്ള പറഞ്ഞ മറുപടിയെ സംബന്ധിച്ചാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. 5 സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ച സംസ്ഥാനം സത്യത്തിൽ ഗോവയായിരുന്നു. നിങ്ങൾ BJPയുടെ പെർഫോമൻസ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ പരിശോധിച്ച് നോക്കിയാൽ, മണിപ്പൂരിലായാലും ഉത്തരാഖണ്ഡിലായാലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലായാലും, എന്തിനേറെ പറഞ്ഞു ഈവൻ പഞ്ചാബിൽ പോലും വളരെ പ്രതികൂലമായ സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ നേരിയ തോതിലുള്ള ഇംപ്രൂവ്മെൻറ്റ് കൈവരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു. ഏറ്റവും ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, ഗവൺമെൻറ് വിരുദ്ധ വികാരം കൃത്യമായി പ്രതിഫലിച്ച സംസ്ഥാനം സത്യത്തിൽ ഗോവയാണ്. അപ്പം മാൻഡേറ്റ് പൂർണ്ണമായും BJPക്ക് എതിരായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്, പരമാർത്ഥമാണ്. പിന്നെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നമാണ് ബഹുമാനപ്പെട്ട ശ്രീ ശ്രീധരൻപിള്ള ഇവിടെ സൂചിപ്പിച്ചത്. ആ സാങ്കേതിക പ്രശ്നത്തിന് തന്നെ ഒരു മറുവാദമുണ്ട്. നമുക്കറിയാം 1996 നരസിംഹറാവു ഗവൺമെൻറ്റിന് ശേഷം നടന്ന 11ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തൊരു ഫ്രാക്ചേർഡ് മാൻഡേറ്റാണ് 11ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അന്നിന് ഈ കൃത്യമായി ഓർമ്മയില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് കേവലം 173 176 സീറ്റ് മാത്രമാണുള്ളത്.
അന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ചെയ്തത് പാർലമെന്റിലെ ലാർജസ്റ്റ് സിംഗിൾ പാർട്ടി എന്ന നിലയിൽ, ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്ന നിലയിൽ അന്ന് ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിനുള്ള ആദ്യത്തെ അവസരം കൊടുത്തത് ശ്രീ അടൽ ബിഹാരി വാജ്പേയിക്കായിരുന്നു, BJPക്കായിരുന്നു. 13 ദിവസം മാത്രമാണ് ആ ഗവൺമെൻറ് അധികാരത്തിൽ തുടർന്നത്. 13ാമത്തെ ദിവസം ഭൂരിപക്ഷം സഭയിൽ തെളിയിക്കാൻ കഴിയാതെ വിശ്വാസ പ്രമേയം പരാജയപ്പെട്ട് ഗവൺമെൻറ് പുറത്തു പോവുകയായിരുന്നു. കേവലം 543 അംഗ പാർലമെൻറ്റിൽ കേവലം 173 176 സീറ്റുണ്ടായിരുന്ന സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്ന നിലയിൽ, ലാർജസ്റ്റ് സിംഗിൾ പാർട്ടി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിക്കുകയും വാജ്പേയി 13 ദിവസക്കാലം ഗവൺമെൻറ്റുമായി അധികാരത്തിൽ ഇരിക്കുകയും ചെയ്തൊരു കീഴ്വഴക്കം നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെ ധാരാളം കീഴ്വഴക്കങ്ങൾ. ഏറ്റവും വലിയ ഒറ്റ കക്ഷി ആദ്യമായി ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിക്കുക എന്ന ഭരണപരമായിട്ടുള്ള കീഴ്വഴക്കം, നമ്മുടെ രാജ്യത്ത് പാർലമെന്ററി ജനാധിപത്യ രംഗത്ത് നിലവിലുണ്ടായിരുന്ന കീഴ്വഴക്കം ഗോവ സംസ്ഥാനത്ത് ലംഘിക്കപ്പെട്ടു എന്നുള്ളതൊരു വസ്തുതയാണ്, ഒരു പരമാർത്ഥം. ഞാനൊന്ന് ഇടപെടുന്നു. അവിടെയാണ് മറ്റു കക്ഷികളെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ താങ്കൾ ഉദാഹരിച്ചതിൽ തന്നെ ഒരു സംശയം ചോദിച്ചുകൊള്ളട്ടെ. അന്ന് രാഷ്ട്രപതി ശ്രീ KR നാരായണനാണ്. അന്ന് താങ്കൾ പറഞ്ഞ പോലെ ഒന്നാം കക്ഷി BJP ആണ്. താങ്കൾ പറഞ്ഞതിൽ തന്നെയുണ്ട്, ആരും എതിർക്കാനുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആരെങ്കിലും അവകാശവാദം ഉന്നയിക്കാനുണ്ടായിരുന്നില്ല. സ്വാഭാവികമായും രാഷ്ട്രപതിക്ക് ഏറ്റവും വലിയ ഒന്നാം കക്ഷി എന്ന നിലയിൽ BJP ക്ഷണിക്കേണ്ടി വന്നു. അതൊരു രാഷ്ട്രീയ അവസരമായി അവർ ഉപയോഗിച്ചു. 13 ദിവസമെങ്കിൽ 13 ദിവസം അധികാരത്തിലിരിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ ദൗത്യം അവർ ഏറ്റെടുത്തു. സമാനമായ രാഷ്ട്രീയം തന്നെയാണ് ഗോവയിൽ ഇപ്പോഴും BJP നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്കല്ല വരുന്നത്. എന്നിരിക്കെ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ്? ഇവിടെ ഒന്നാം കക്ഷിയായ കോൺഗ്രസ്സിന് അവർക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് ബോധ്യപ്പെടുത്താനാകുന്നില്ല. മാത്രമല്ല, ഇവിടെ ക്ലെയിം ഉന്നയിച്ച് BJP വളരെ കൃത്യമായ ആളുകളെ ലൈനപ്പ് ചെയ്യുന്നു. അന്നത് ഉണ്ടായില്ല. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നു. ഞാൻ ഒരു നിഷ്പക്ഷമായി ഗോവ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തിയാൽ ഒരു സംശയവും വേണ്ട, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഈ കാര്യം മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ഗോവ സംസ്ഥാനത്ത് ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള ക്ലെയിം കോൺഗ്രസ് ഉന്നയിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഉന്നയിക്കാനുള്ള അവസരം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് സംഘടനാപരമായിട്ടുള്ള വീഴ്ച പറ്റി എന്നുള്ളതൊരു വസ്തുതയാണ്. ഞാൻ ആ ഭാഗം മാറ്റി. എന്നാൽ പോലും ഗവർണറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കണം, അവിടുത്തെ കക്ഷിനില മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ 13 സീറ്റാണ് BJPക്ക് ഗോവ സംസ്ഥാനത്തുള്ളത്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 17 സീറ്റുകളോടുകൂടി മുമ്പിൽ വന്ന പ്രധാനപ്പെട്ട പാർട്ടിയാണ്. സ്വാഭാവികമായും ഈ വാദം ശരിയാണ്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഈ വാദം നിലനിൽക്കുമായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ കോൺഗ്രസ് പോയില്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ബലം കിട്ടുമായിരുന്നു. കാരണം മനു അഭിഷേക് സിംഗ് വാദിച്ചപ്പോൾ ഇതേ പ്രശ്നം കോടതി ചോദിച്ചു. നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചു എന്നിരിക്കട്ടെ, അതൊരു വെറും അവകാശവാദം. മറുഭാഗം സജീവമാണെങ്കിൽ നിങ്ങളുടെ പിന്തുണ തെളിയിക്കാൻ കഴിയുന്ന രേഖകൾ എന്തുകൊണ്ട് ഹാജരാക്കിയില്ല ഗവർണർക്ക് മുമ്പാകെ? അല്ലെങ്കിൽ ഈ തടസ്സവാദം എന്തുകൊണ്ട് ഗവർണർക്ക് മുമ്പാകെ ഉന്നയിച്ചില്ല? 1. 2, പോട്ടെ, സുപ്രീം കോടതിയിൽ കേസ് വന്നല്ലോ, തങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ സത്യവാങ്മൂലം എന്തുകൊണ്ട് ഹാജരാക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസിന് മറുപടിയില്ല. അങ്ങനെയാണ് എത്രയും വേഗത്തിൽ വിശ്വാസ വോട്ട് തേടാൻ നിർദ്ദേശം നൽകണമെന്ന നിലയിലേക്ക് കോൺഗ്രസിൻ്റെ വാദം ചുരുങ്ങിയത്. അത്ര പരിതാപകരമാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ. അല്ല, കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രധാനമായും അവരെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചത് ഈ കാര്യത്തിൽ ഒരു കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്ത് ഗവർണർക്ക് ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുന്നതിൽ വന്ന കാലതാമസം ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് ഞാൻ സമ്മതിക്കുമ്പോൾ തന്നെ ഗവർണറിൽ നിക്ഷിപ്തമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ചില ചുമതലകളും ഉത്തരവാദിത്വവുമുണ്ട്. ആ ചുമതലയും ഉത്തരവാദിത്വവും അദ്ദേഹം നിർവഹിച്ചില്ല. ഞാൻ ചോദിക്കുന്നു, പ്രധാനപ്പെട്ട സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്ന നിലയിൽ അവരോട് ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു ആലോചന നടത്താനോ അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാനോ, കീഴ്വഴക്കങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് വ്യക്തമായിട്ടുള്ളൊരു നിയമമല്ല. മാത്രമല്ല, സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതുപോലെ സത്യവാങ്മൂലം സുപ്രീം കോടതിയിലല്ല സമർപ്പിക്കേണ്ടത്. വളരെ വ്യക്തമായി SR ബൊമ്മൈ കേസിൽ വളരെ വ്യക്തമായി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് കോടതിയിലല്ല, ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് പുറത്തല്ല, മറിച്ച് ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് ഫ്ലോറിലാണ്, സഭയിലാണ്. അപ്പോൾ അതുകൊണ്ട്
ഭൂരിപക്ഷത്തിന് തങ്ങളെ പിന്തുണയ്ക്കുന്നവരുടെ മുഴുവൻ സത്യവാങ്മൂലം കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ സുപ്രീം കോടതിയുടെ വാദത്തോട് യോജിക്കാൻ കഴിയില്ല. ഞാൻ ഏതായാലും ഞാനൊന്ന് ശ്രീ പ്രേമേന്ദ്രൻ വരാം. ശ്രീ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള, താങ്കൾ മുൻപ് പൂർണ്ണ വിശ്വാസത്തോടു കൂടി അവതരിപ്പിച്ച കീഴ്വഴക്കങ്ങളിൽ പലതും യഥാർത്ഥത്തിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. 96-ൽ വാജ്പേയിക്ക് ഒന്നാമത്തെ ഏറ്റവും വലിയ പാർട്ടി എന്ന അവകാശവാദമാണ് രാഷ്ട്രപതി അംഗീകരിച്ചുകൊണ്ട് 13 ദിവസത്തേക്ക് ഭരിക്കാനും ഭൂരിപക്ഷം തെളിയിക്കാനും അവസരം കൊടുത്ത അതേ മാതൃക ഗോവയിലാകാമായിരുന്നു. ആ ഉന്നതമായ ജനാധിപത്യമായിരുന്നു ഗവർണർ കാത്തു സൂക്ഷിക്കേണ്ടിയിരുന്നത്. അതവിടെ ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ട്, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ കക്ഷികളാകെ മനോഹർ പരീക്കർ വരുന്നത് കണ്ട് ഞങ്ങൾക്ക് പിന്നാലെ എത്തുകയായിരുന്നു എന്ന മട്ടിൽ. ഒന്ന്, ഗോവ ഫ്രണ്ട് പാർട്ടി യഥാർത്ഥത്തിൽ BJPക്കെതിരെയാണ് അവർ മത്സരിച്ചത്. BJPക്കെതിരെ ശക്തമായി മത്സരിച്ചാണ് അവരുടെ സീറ്റുകളിൽ 3 പേർ ജയിച്ചു വന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് അവരുടെ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ അവർ അസംതൃപ്തരായി. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ അവരെ സെറ്റിൽ ചെയ്ത് നിങ്ങൾക്കൊപ്പം എത്തിക്കാൻ കഴിഞ്ഞത്. അതിലൊരു രാഷ്ട്രീയ നീക്കമുണ്ട്, അംഗീകരിക്കാം. മറ്റൊന്ന് MGP, അവരെയും കളത്തിലെത്തിച്ചു, സമ്മതിച്ചു. സ്വതന്ത്രരെ ഏതൊക്കെയോ നിലയ്ക്ക് കൂടെ നിർത്തി. പക്ഷേ ഇതിൽ രസകരമായ ഒരാളുണ്ടല്ലോ, NCP ലീഡർ മുൻ മുഖ്യമന്ത്രി ചർച്ചിൽ അലിമാവോ. എന്ത് തരം രാഷ്ട്രീയമാണ് ചർച്ചിൽ അലിമാവോ നിങ്ങൾക്കൊപ്പം ചേരുമ്പോൾ വിശദീകരിക്കാനാവുന്നത്? അപ്പോൾ ഇത് വളരെ കൃത്യമായി തരപ്പെടുത്തിയെടുത്തതാണ്. ഇതിന് പിന്നിൽ എത്ര കോടികൾ ഒഴുകിയിട്ടുണ്ട് എന്നതുപോലെയുള്ള പിന്നാമ്പുറ കഥകൾ പിന്നാലെ വന്നുകൂടാഴുകയില്ല. അപ്പോൾ ഇത് നിഷ്കളങ്കമായ രാഷ്ട്രീയമല്ല എന്ന് വ്യക്തം. ഇതിൽ ശരത്ത് പറയുന്ന കാര്യങ്ങളിൽ അർദ്ധസത്യമേ ഉള്ളൂ. ഒരിക്കലും നമുക്കതിൽ പൂർണ്ണ സത്യം കണ്ടെത്താൻ സാധിക്കില്ല. ബഹുമാനപ്പെട്ട MP ഇപ്പോൾ ഇവിടെ പറഞ്ഞു, നിയമത്തിൽ നമ്മുടെ ഭരണഘടനയിൽ ഒരിക്കലും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേരത്തെ SR ബൊമ്മ കേസ് പറഞ്ഞു. SR ബൊമ്മ കേസ് ഉൾപ്പെടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഫ്ലോറിലെ മെജോറിറ്റിയെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടി വരുമ്പോൾ, അതുപോലെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു സർക്കാരിനെ 356-ാം വകുപ്പ് അനുസരിച്ച് പിരിച്ചുവിടേണ്ടി വരുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ വാസ്തവത്തിൽ കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ഗവർണർ എന്ത് ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഭരണഘടനയിലെ വകുപ്പുകൾ അനുസരിച്ച് മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ട ഭൂരിപക്ഷമുണ്ടോ എന്നാണ് അടിസ്ഥാനമായിട്ട് ആദ്യം നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പം അദ്ദേഹത്തിൻ്റെ മുമ്പാകെ മോർ ദാൻ 20, ആ 21 ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയ അവസ്ഥയിൽ മറ്റൊരു ക്ലെയിം ഇല്ലാത്ത ഗവർണർ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? രണ്ടാമത് നിങ്ങൾ പറഞ്ഞ 96-ലെ സംഭവം, അതെനിക്ക് തോന്നുന്നു KR നാരായണൻ അല്ല ശങ്കർദയാൽ ശർമ്മയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ആരാന്നുള്ള അറിയില്ല. ഏതായാലും അന്നത്തെ സ്ഥിതി എന്താ? ഒന്നാമത്തെ കക്ഷിയായി BJP വരികയും BJPയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറായി വാജ്പേയിജിയെ പെട്ടെന്ന് ചുമക്കുകയും ചെയ്തു. രണ്ടാം സ്ഥാനത്ത് വന്ന കോൺഗ്രസ് ഒരു ക്ലെയിമിനെ ഇല്ല എന്നുള്ള നിലയിൽ അവർ ക്ലെയിം ചെയ്യാത്ത അവസ്ഥയിൽ മാറി നിൽക്കുന്നു. ബാക്കിയുള്ള കക്ഷികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതുപോലുള്ള ജനതാ പാർട്ടിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവരാരും ഒരു ക്ലെയിമിലെ യോജിപ്പോ ഉണ്ടാകാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് വാജ്പേയിയെ വിളിച്ചത്. അന്ന് വാജ്പേയിക്ക് ചില ഉറപ്പ് കൊടുത്തിരുന്നു, അവർ പിന്നെ അത് പാലിച്ചില്ല. അങ്ങനെ 13 ദിവസം പോരേണ്ടി വന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, അതിന് ശേഷമാണ് നെക്സ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞപ്പോഴാണ്, ആ 13 ദിവസം കഴിഞ്ഞപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായി CPI-കാരൻ വന്നു. പിന്നെ നമ്മുടെ കർണാടകത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായി. ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്തുകൊണ്ട് യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെൻറ് 96-ൽ നിലവിൽ വരികയും 98 വരെ അത് തുടരുകയും ചെയ്ത ചരിത്രമാണുള്ളത്. അത് ഞാൻ ചോദിക്കട്ടെ, ആ പോസ്റ്റ് എലക്ഷൻ അറേഞ്ച്മെൻ്റ് അല്ലേ അത്? അപ്പോൾ പോസ്റ്റ് എലക്ഷൻ അറേഞ്ച്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അലിയൻസോ ധാരണയോ കൂട്ടായ്മയോ എന്തു വന്നാലും അതിനെ രാഷ്ട്രപതി ആയാലും ഗവർണറായാലും കണക്കിലെടുക്കേണ്ടതാണ്. അങ്ങനെ കണക്കിലെടുക്കുമ്പം അതിലെ വോട്ടിംഗ് ശതമാനം ഇതാണ്, ഇന്ന പ്രധാന മുഖ്യമന്ത്രി തോറ്റു, നിങ്ങൾക്ക് അടിക്കാൻ ഏത് വടി പലതും ഉണ്ടാവും, പക്ഷെ അതിന് സാങ്ക്ടിറ്റി ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോഴും അദ്ദേഹം വാദിക്കുന്നതും അദ്ദേഹം സമർത്ഥിക്കുന്നതും ഗവർണർ പരിധി വിട്ട രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടില്ല. നമ്മൾക്ക് അങ്ങനെ നോക്കിയാൽ അതൊക്കെ അങ്ങനെ തോന്നും. ഇപ്പോൾ മണിപ്പൂരിൽ നജ്മ ഹെപ്തുള്ള ഇതേ മന്ത്രിസഭയിൽ മോദി സർക്കാരിൽ ന്യൂനപക്ഷ കാര്യം കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു എന്നത് അവരുടെ ഒരു പക്ഷപാതിത്വമായി അവരിൽ ആരോപിക്കാമോ? അതുപോലെ തന്നെ ഗോവൻ ഗവർണർ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നതിലൂടെ PS ശ്രീധരൻപിള്ള ശ്രമിക്കുന്നത് ഒരു തരത്തിലും ഗവർണർമാർ ഒരു സഹായവും അവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല.
അല്ല, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിലേക്ക് തന്നെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീ പി എസ് ശ്രീധരൻപിള്ള വന്നു. വളരെ കറക്റ്റാണ്, വളരെ സ്പെസിഫിക് ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം. എന്തായിരുന്നു? സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്ന നിലയിൽ അടൽ ബിഹാരി വാജ്പേയിയെ BJPയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തപ്പോൾ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്ന നിലയിൽ താങ്കൾക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് രാഷ്ട്രപതി വിളിച്ചു ചോദിക്കുകയായിരുന്നു. അപ്പോൾ സഖ്യ ചർച്ചകളും അലയൻസുമായി ബന്ധപ്പെട്ട ചർച്ചകളുമൊക്കെ നടക്കുന്ന ദ്രുതഗതിയിൽ നടക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട അടൽ ബിഹാരി വാജ്പേയിയെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിക്കുകയും അല്ല, പേരുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഗവർണർ അങ്ങനെയല്ല. അന്ന് 143 സീറ്റ് കോൺഗ്രസിനുണ്ട്. 143 സീറ്റുള്ള കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുത്തു. പക്ഷേ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുത്ത കോൺഗ്രസോ BJPയോ ആരും തന്നെ ക്ലെയിം സ്റ്റേക്ക് ചെയ്യുന്നില്ല. രാഷ്ട്രപതി, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു, രാഷ്ട്രപതി തന്നെയാണ് നേരിട്ട് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്ന നിലയിൽ കൺവെൻഷൻ അനുസരിച്ച് ക്ഷണിച്ചു, പരിശ്രമം നടത്തി, പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് പിന്നീട് ഒരു റീ അലൈൻമെന്റ് ഉണ്ടായി. ഐക്യമുന്നണിയുടെ നേതൃത്വത്തിൽ ശ്രീ HD ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പിന്നെ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അതാണ് ഞാൻ പറഞ്ഞ, ഭരണഘടനാപരമായിട്ടുള്ള കീഴ്വഴക്കങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിക്കേണ്ടത് ഒരു സംശയവും വേണ്ട, സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്ന നിലയിൽ ഒരു അവസരം കോൺഗ്രസിന് ഗോവയിൽ കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുക്കാതിരുന്നത് തീർച്ചയായും പക്ഷപാതപരമായിട്ടുള്ള ഗവർണറുടെ രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ഇതിലേക്ക് ഇപ്പോൾ ഗവർണർ അങ്ങനെ പക്ഷപാതപരമായി പെരുമാറി, ആ പക്ഷപാതപരമായി പെരുമാറുന്ന നിലയിൽ അക്കം തികയ്ക്കുന്നതിൽ, കളം നിറയ്ക്കുന്നതിൽ വളരെ സമർത്ഥമായി നിങ്ങൾ നീങ്ങി. അതിലാണ് ഞാനൊരു പേര് മുമ്പ് ചോദിച്ചത്, താങ്കളത് കേട്ട ഭാവം നടിക്കാതെ വിട്ടത്. ചർച്ചിൽ അലിമാവോ, NCP ലീഡർ, BJPക്ക് പിന്തുണ. എന്താണ് അതിൻ്റെ ഒരു ഗുട്ടൻസ്? ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും നാടിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. NCP എന്ന പാർട്ടി കേരളത്തിലെ ഇടതുപക്ഷത്തോടൊപ്പമാണ്, ഡൽഹിയിൽ അവർ കോൺഗ്രസിനോടൊപ്പമാണ്, ഗോവയിൽ ആ പാർട്ടി ഗോവയുടെ താല്പര്യം നോക്കിയിട്ട് വന്നുകൂടെ? പിന്നെ ആളിനെ പറ്റിയൊക്കെയുള്ള പശ്ചാത്തലം നോക്കിക്കൊണ്ട് നമ്മളെ പശ്ചാത്തലം നോക്കിക്കൊണ്ട് പോയാൽ ചമ്പൽ കൊള്ളക്കാരി ഭരണകൂടത്തിൻ്റെ ഭാഗമായി മാറിയ MP ജനങ്ങൾ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന നാടല്ലേ ഇത്? അതുകൊണ്ട് താങ്കൾ പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പശ്ചാത്തലമായാലും ശരി, ജനപ്രതിനിധിയാണ്, ആ ജനവിധിയെ നമ്മൾ മാനിക്കുക. അതിനപ്പുറം താക്കോൽ പല്ലിലൂടെ അതിൻ്റെ രാഷ്ട്രീയം നമ്മൾ നോക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ NK പ്രേമചന്ദ്രൻ, ഇപ്പോൾ ലോക്സഭയിലെ പ്രതിപക്ഷ നിരയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണല്ലോ താങ്കൾ. ആ പ്രതിപക്ഷത്തെ നയിക്കേണ്ടതും അതിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ടതും കോൺഗ്രസ് ആണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൂടിയാണ് താങ്കൾ എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പരാജയത്തെക്കുറിച്ച് വിശദീകരിക്കാനോ ചോദിക്കാനോ താങ്കളോട് ചോദിക്കാവുന്നതുമാണ്, അത് വിശദീകരിക്കാൻ താങ്കൾ ബാധ്യസ്ഥനുമാണ്. ഇപ്പോൾ ഈ ഗോവയിലെ, മണിപ്പൂരിലെ സംഭവങ്ങളൊക്കെ നോക്കൂ. നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട നേതാക്കൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു. ചെന്നിത്തല മണിപ്പൂരിലും KC വേണുഗോപാൽ ഗോവയിലും ഉണ്ടായിരുന്നു. പക്ഷേ നോക്കിയാൽ യഥാർത്ഥത്തിൽ ഈ ജനവിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് അവർക്ക് പ്രവർത്തിക്കാനേ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് അതൊരു വലിയ ലീഡർഷിപ്പിൻ്റെ പരാജയമായി അവിടുത്തെ MLA മാർ പോലും പരസ്യമായി പറഞ്ഞു, ഞങ്ങളുടെ നേതൃത്വം കഴിവുകെട്ടതാണ് എന്ന് പരസ്യമായി വിലപിക്കുന്ന നിലയിൽ എത്തുന്നത്. ഇപ്പോഴും യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ആ പഴയ ഏകകക്ഷി ഭരണത്തിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് പുറത്തു വരാനേ കഴിഞ്ഞിട്ടില്ല. കാരണം മുമ്പ് സൂചിപ്പിച്ച ഗോവ ഫ്രണ്ട് പാർട്ടി 3 സീറ്റിൽ അവർ വിജയിച്ചു. കൃത്യമായി BJPക്കെതിരെയായിരുന്നു അവരുടെ പ്രചരണവും സ്ഥാനാർത്ഥികൾ ഇറങ്ങിയതും ഒക്കെ. പക്ഷേ അവർക്ക് കോൺഗ്രസിനോട് തോന്നാൻ പോയ ഏറ്റവും വലിയ അസംതൃപ്തി അവർക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ വരാൻ പോകുന്ന മാറ്റത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്താനാകുന്നില്ല. ശ്രദ്ധയോടെ നോക്കേണ്ടത് ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ള മുതിർന്ന നേതാവാണ് യഥാർത്ഥത്തിൽ ഗോവയിൽ ഇക്കാര്യങ്ങൾ ആകെ ചലിപ്പിച്ചതും. ഇങ്ങനെ ഒരു പാർട്ടി മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് ശക്തമായൊരു പ്രതിപക്ഷ നിര കെട്ടിപ്പടുക്കാനാവുക? ശ്രീ NK പ്രേമചന്ദ്രൻ. വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ശരത്ത് ചോദിച്ചത്. ഈ കാര്യത്തിൽ മാത്രമല്ല, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കോൺഗ്രസ് സമഗ്രമായിട്ടുള്ള ഒരു പുനഃസംവിധാനത്തിനും പുനഃപരിശോധനയ്ക്കും വിധേയമാക്കണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇത്തരത്തിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്ക് ഒരിക്കലും അവിടെ ചുമതലക്കാരായി പോയവരുടെ വീഴ്ച കൊണ്ടാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഗോവയിൽ പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്തപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുണ്ടായ തർക്കം അല്ലെങ്കിൽ 5 പേരായിരുന്നു അവകാശവാദികൾ ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ കഴിയാതെ പോയതും അതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിൽ, അത്തരം ഘട്ടങ്ങളിൽ ഹൈക്കമാൻഡിൻ്റെയൊക്കെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായതായി കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഉയർന്നു വരുന്ന ഗുരുതരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം BJP, അതായത് ജനവിധി ഏതായാലും അതിനെ അതിജീവിച്ചുകൊണ്ടും അട്ടിമറിച്ചുകൊണ്ടും അധികാരം സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്ന് BJP സമ്പത്തും അധികാരവും കൈവശമുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടി, ഭരണ പാർട്ടി ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തന്ത്രപരമായി ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന കരുനീക്കങ്ങളും രാഷ്ട്രീയ നിലപാടുകളും സ്വീകരിച്ച് ശക്തമായി മുന്നോട്ട് പോകാൻ പര്യാപ്തമായ നിലയിൽ കോൺഗ്രസ് കൂടുതൽ കരുത്താർജിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചാർജ് കൊടുത്തതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വീഴ്ചയോ പരാജയമോ ആണെന്ന് വിലയിരുത്തുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ഇത് മൊത്തത്തിൽ ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പൊതുപ്രശ്നമായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ശക്തമായ തിരിച്ചുവരവിന് തയ്യാറാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത്രയേറെ അനുകൂലമായിട്ടുള്ള തരംഗമുണ്ടായ ഘട്ടത്തിലും BJPയെ പ്രതിരോധിക്കാൻ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് അസന്നിഗ്ധമായി ഈ വീഴ്ചകൾക്കിടയിലും അവരുടെ സാന്നിധ്യവും അവരുടെ പ്രസക്തിയും വിളിച്ചറിയാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. വളരെ ശുഭോദർഘമായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും വളരെ പ്രസക്തമായി നിലനിൽക്കുന്നു എന്നുള്ളത്. റൈറ്റ്. ഞാൻ നേരത്തെ രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിൻ്റെയും പേര് പറഞ്ഞത് അവരുടെ ഒരു പരാജയം എന്ന നിലയ്ക്കല്ല, അവിടെ ഉണ്ടായിരുന്ന 2 മലയാളി രാഷ്ട്രീയ സാന്നിധ്യം എന്ന നിലയ്ക്ക് മാത്രമാണ്. പക്ഷേ ദിഗ്വിജയ് സിംഗ് എന്ന മുതിർന്ന നേതാവിൻ്റെ പരാജയത്തെക്കുറിച്ച് ഞാൻ ഉന്നയിച്ചത് അതൊരു പരാജയമാണ് എന്ന നിലയ്ക്ക് തന്നെയാണ്. ശ്രീ പ്രേമേന്ദ്രൻ അത് വേറെ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതായി തോന്നിയതുകൊണ്ടാണ്. ശ്രീ PS ശ്രീധരൻപിള്ള, ചർച്ചിൽ അലിമാവോ മാത്രമല്ല, ഇപ്പോൾ മണിപ്പൂരിലേക്ക് പോയാൽ തൃണമൂൽ കക്ഷിയായി ജയിച്ചു വന്നയാൾ കാലുമാറി BJP ഇനിയിപ്പോൾ അവിടെ രാജിവെച്ച് BJP ടിക്കറ്റിൽ മത്സരിക്കാൻ പോകുന്നു. കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരാൾ കാലുമാറി. അത് നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമാണെങ്കിലും കോൺഗ്രസിനാണ് അതിൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം. മണിപ്പൂരിൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ പോകുന്നു. പിന്നെ ആക്ഷേപിക്കുന്ന പോലെ തട്ടിയെടുത്തൊരു സ്വതന്ത്രൻ നിങ്ങളുടെ കൂടെ ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ കണക്ക്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. തിരിച്ച് ഗോവയിലേക്ക് വന്നാൽ ജനങ്ങളുടെ ഒരു ഫീല് തോൽപ്പിച്ചു വിട്ട സർക്കാർ, ഏച്ചുകെട്ടിയ സർക്കാരായി ഇതാ ഞങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു. ഇതല്ലേ എൻ്റെ ഒരു യാഥാർത്ഥ്യം ഗോവയിലേത്? ശരത്തിനെ പോലെ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. യഥാർത്ഥ ജനങ്ങളുടെ ഫീൽ അതല്ല. ഞാൻ ഒരൊറ്റ കാര്യം കൂടി ശരത്തിനെ ഓർമ്മിപ്പിക്കാം. ശരത്തിൻ്റെ ചാനൽ തന്നെയാണോ എന്ന് എൻ്റെ സംശയം. കേരളത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായ MP, ആലപ്പുഴയിലെ MP, അദ്ദേഹമായിരുന്നല്ലോ ചാർജ്. അദ്ദേഹം ആ ഇലക്ഷൻ ഡേറ്റ് വൈകുന്നേരം പറഞ്ഞല്ലോ, ഞങ്ങൾക്കിതാ 3 അംഗങ്ങളുള്ള ഇന്ന പാർട്ടിയുടെ പിന്തുണ ഞങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നു, ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ പൂർണ്ണ പിന്തുണയുണ്ട്, ചർച്ച ചെയ്തു എന്ന് പ്രഖ്യാപിച്ച ശേഷം ആ പാർട്ടികൾ അവരെ പിന്തുണയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല, മറുഭാഗത്ത് ഇന്നയാൾ മുഖ്യമന്ത്രിയായി വന്നാൽ പിന്തുണയ്ക്കാമെന്ന് എഴുതി കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ഗവർണറിൽ നിക്ഷിപ്തമായ ഇത് പരിശോധിച്ച് നോക്കാനുള്ള വിവേചനാധികാരം, കീഴ്വഴക്കം അല്ല പ്രാധാന്യമായിട്ടുള്ളത്, ഭരണഘടനാ വ്യവസ്ഥകളാണ്. അതനുസരിച്ച് പിന്നെ ഗവർണർ അത് ചെയ്തു. ഇതൊരു ഇഷ്യൂ ആക്കേണ്ട അതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത് മണിപ്പൂരിൻ്റെ താങ്കൾ പറഞ്ഞല്ലോ, 43 സീറ്റുണ്ടായിരുന്ന ഇൻ്റർനാഷണൽ കോൺഗ്രസ്, ബിഗ് സീറോ വട്ടപൂജ്യമായിരുന്ന BJP, ജനങ്ങൾ മാൻഡേറ്റ് നൽകിയ അതിന് അനുസൃതമായി അവിടെ വരുമ്പോൾ ഭൂരിപക്ഷം കിട്ടാതെ കോൺഗ്രസ് പോകുമ്പോൾ താങ്കൾ തന്നെ താങ്കളുടെ തിയറി അനുസരിച്ച് പറയുന്ന മാൻഡേറ്റ് അവിടുത്തെ ദയനീയമായി പരാജയപ്പെട്ട് പോയ എനിക്ക് തോന്നുന്നു PS ശ്രീധരൻപിള്ള ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. PS ശ്രീധരൻപിള്ള എന്തുകൊണ്ടാണ് ഇത് പറയാത്തതെന്നാണ് ഞാൻ കാത്തിരുന്നത്. കാരണം ഞാൻ അങ്ങനെ താരതമ്യം ചെയ്ത് പറഞ്ഞിട്ടില്ല. മണിപ്പൂരിലെ കക്ഷി നിലയിൽ കൂടെ എത്തിയതിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഉണ്ടായത് കോൺഗ്രസിന് ഈ പറഞ്ഞ പോലെ ഒറ്റ കക്ഷി എന്നൊക്കെ പറയാമെങ്കിലും അവരും ഭരണവിരുദ്ധ വികാരം ഏറ്റുവാങ്ങിയ പാർട്ടിയാണ്. വലിയ പരാജയമാണ്. സത്യത്തിൽ കോൺഗ്രസ് ഒരു വൻ തോൽവിയായി പല കാര്യത്തിലും മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ശ്രീധരൻപിള്ളയോട് കോൺഗ്രസിനെ കുറിച്ച് ഒരു കാര്യവും ചോദിക്കാതിരുന്നത്. പക്ഷേ NK പ്രേമചന്ദ്രൻ ആ പ്രതിപക്ഷ നിരയിലെ ഒരു നേതാവ് എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. KC വേണുഗോപാലിനാണ് നമ്മൾ പ്രതീക്ഷിച്ചതും ടെലിഫോണിൽ വരാമെന്ന് പറഞ്ഞു. പക്ഷേ മറ്റു ചില റെയിൽവേ സംബന്ധിയായ ചർച്ചകൾക്ക് ഇടയിലായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എൻ്റെ സുഹൃത്ത് പ്രേമേന്ദ്രനോട് പറയാനുള്ളതും ആ RSPയുടെ ശ്രീകണ്ഠൻ നായർ സാറ്, RSPയുടെ ശ്രീകണ്ഠൻ നായർ സാറ് രാജ്യത്തിൻ്റെ ശാപവും ഭാരവുമായിട്ട് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിനെയാണ്.
കോൺഗ്രസിനെ കൊണ്ട് ഇടത്തരക്കാർ തകരുന്നു എന്നാണ് പറഞ്ഞത്. ആ സ്ഥാനത്ത് കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം ഇത്രയും വാചാലമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ആത്മാവ് പൊറുക്കുമോ എന്നെനിക്ക് സംശയം. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അദ്ദേഹം അവസാനം നൽകിയൊരു രാഷ്ട്രീയമായ പൂച്ചെണ്ടുണ്ടല്ലോ. അത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീ ശ്രീധരൻ പിള്ളയ്ക്ക് RSPയുടെ ചരിത്രത്തെ സംബന്ധിച്ചും N ശ്രീകണ്ഠൻ നായരുടെ ചരിത്രത്തെ സംബന്ധിച്ചും കാര്യമായിട്ടുള്ള ധാരണയില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ദീർഘകാലം ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭാംഗമായി പ്രവർത്തിച്ചിരുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യമുന്നണിയുടെ പ്രതിനിധിയായിട്ടാണ് 2 or 3 പ്രാവശ്യം അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് കോൺഗ്രസ് RSPയെ സംബന്ധിച്ചിടത്തോളം ഒരു നിഷിദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നില്ല. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യമുന്നണിയുടെ പ്രതിനിധിയായിട്ടാണ് സഖാവ് N ശ്രീ അല്ല വേണ്ട നിന്നോളൂ, കോൺഗ്രസിനോടൊപ്പം നിന്നോളൂ. ഇപ്പൊ BJP അല്ല അടിയന്തരാവസ്ഥയിലും അങ്ങനെ ആയിരുന്നല്ലോ. അടിയന്തരാവസ്ഥ കാലഘട്ടം അവസാനിപ്പിക്കാം. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലും അതായിരുന്നു ശരി, ഞാൻ നിഷേധിക്കുന്നില്ല. CPIയും അതുപോലെ തന്നെ കേരളത്തിൽ RSPയും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടുള്ള ചരിത്രമുണ്ട്. വീഴ്ചകളും തെറ്റുകളും പോരായ്മകളും കുറവുകളും സഖ്യത്തിലെ ധാരണകളും മാറ്റങ്ങളും ഒക്കെ ഈ സംസ്ഥാനത്തിന്റെ രാജ്യത്തുമൊക്കെ ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. അതും ഇതുമായി യാതൊരു ബന്ധവുമില്ല, ഒരു പ്രസക്തിയുമില്ല, ഒരു സംശയവും വേണ്ട. ഇന്നത്തെ പൊതു സാഹചര്യത്തിൽ BJP ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ സമ്പത്തിൻ്റെയും ഭരണാധികാരത്തിൻ്റെയും ഉയർത്തിക്കൊണ്ടുവരുന്ന വലിയ വെല്ലുവിളിയെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ദേശീയ തലത്തിലെ ഏക രാഷ്ട്രീയ ശക്തി ഒരു സംശയവും വേണ്ട കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സാന്നിധ്യം തന്നെയാണ്. അത് അപ്രസക്തമായാൽ ആപൽക്കരമായ അവസ്ഥയായിരിക്കും. ഏതായാലും ശ്രീ PS ശ്രീധരൻപിള്ള ഇപ്പോഴും ഇപ്പോൾ വീരേന്ദ്രകുമാറിന്റെ പാർട്ടി ആയാലും RSP ഒക്കെ ആയാലും ഇടതുമുന്നണിയിലേക്ക് വരേണ്ടതാണ് എന്ന് ഇടതു നേതാക്കൾ ആവർത്തിക്കുന്ന ഘട്ടത്തിലാണ് RSPയുടെ നിലവിലെ രാഷ്ട്രീയ ലൈൻ ശ്രീ N K പ്രേമചന്ദ്രൻ ആവർത്തിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ശക്തിപ്പെടേണ്ടതുണ്ട് എന്ന നിലയിൽ കോൺഗ്രസിന്റെ നിലവിലെ പരാജയങ്ങളെയാണ് അദ്ദേഹം നിശിത വിമർശനവുമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിച്ചത്. ഏതായാലും വളരെയധികം നന്ദി ശ്രീ PS ശ്രീധരൻപിള്ള, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ശ്രീ N K പ്രേമചന്ദ്രൻ ഞങ്ങളോട് സഹകരിച്ചതിന്. ഒരു ചെറിയ ഇടവേള.